ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മെ ക്ഷമയോടെയും വിശ്വാസത്തോടെയും ദൈവത്തെ കാത്തിരിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ ആ വിശ്വാസത്തോടെയും ക്ഷമയോടെയും ദൈവത്തെ കാത്തിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിനായി കർത്താവേ ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ അങ്ങയിൽ മാത്രം വിശ്വസിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 32 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടുന്നതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇതു നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറേ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാഗമ യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്നു കളിക്കുവാനും എഴുന്നേറ്റു. ആമീൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ തിരുവചനത്തിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം നാം കാണുന്നു. ദൈവം അത്ഭുതങ്ങളിലൂടെ ഈജിപ്തിൽ നിന്നും വിടുവിച്ച ജനങ്ങൾ മോശ സീനായ് പർവ്വതത്തിൽ താമസിച്ചതിനാൽ ക്ഷമ നഷ്ടപ്പെടുത്തി. അവർ അഹരോനോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക എന്ന്. അങ്ങനെ അവരുടെ ആഭരണങ്ങൾ ഒരുക്കി ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ നിർമ്മിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തു. ഇവിടെ ഒരു വലിയ ആത്മീയ പാഠമുണ്ട്. ദൈവത്തിൻ്റെ മൗനം ദൈവത്തിൻ്റെ അഭാവമല്ല. ദൈവം ചിലപ്പോൾ നമ്മെ കാത്തിരിക്കുവാൻ പഠിപ്പിക്കുന്നു. എന്നാൽ ക്ഷമയില്ലായ്മ നമ്മെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കും. ഇന്നും സ്വർണ്ണ വിഗ്രഹങ്ങൾ മാത്രം വിഗ്രഹങ്ങളല്ല. പണം, പ്രശസ്തി, അധികാരം, സ്വാർത്ഥത, സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുന്ന എന്തും നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമാകാം. ദൈവം നമ്മുടെ ഹൃദയത്തിലെ 1-ാം സ്ഥാനം ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ദൈവത്തെ ക്ഷമയോടെ കാത്തിരിക്കാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ പ്രാധാന്യം നേടിയ എന്തെങ്കിലുമുണ്ടോ? ഞാൻ സത്യദൈവത്തെയാണോ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളെയോ? പ്രിയരെ, ദൈവത്തെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അവിടുത്തെ സമയം എപ്പോഴും ഏറ്റവും നല്ലതായിരിക്കും.
പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ക്ഷമ നഷ്ടപ്പെടുത്തി തെറ്റായ വഴികളിലേക്ക് പോകാതെ അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും അവിടുന്ന് നീക്കം ചെയ്യണമേ. അങ്ങേക്കൊന്നാം സ്ഥാനം നൽകുന്ന ഒരു പുതിയ ജീവിതം നയിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യവും, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും, ദുഃഖിതർക്ക് ആശ്വാസവും നൽകണമേ. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നടത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തെ കാത്തിരിക്കുന്ന വിശ്വാസവും നിങ്ങൾക്ക് നൽകുകയും എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും നിങ്ങളെ തമ്പുരാൻ കർത്താവ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ.